ഏറ്റവും മികച്ച നടൻ മോഹൻലാലാണെന്ന് മുൻ പൂഞ്ഞാർ എംഎൽഎയും BJP നേതാവുമായ PC ജോർജ് എമ്പുരാൻ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണത്തിലാണ് അദ്ദേഹം ഇത്തരമൊരു അഭിപ്രായം പങ്കുവച്ചത്. വിവാദങ്ങളുടെയെല്ലാം പ്രധാന ഉത്തരവാദി കഥ എഴുതിയവനാണ്. പക്ഷേ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ ഞാനിത് അഭിനയിക്കില്ലെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം മോഹൻലാലിന് ഉണ്ടായിരുന്നു. അത് ചെയ്യാതിരുന്നതാണ് അദ്ദേഹത്തിന്റെ തെറ്റ്. പൃഥ്വിരാജ് അങ്ങനെ ചെയ്തതിൽ എനിക്ക് വിരോധമില്ല. അയാളൊരു നിരീശ്വരവാദിയാണെന്ന് PC ജോർജ് പറഞ്ഞു. മോഹൻലാൽ നമ്മുടെ ഒരു ഭേദപ്പെട്ട നടനാണ്. അതുമാത്രമല്ല, എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ നടനുമാണ് അദ്ദേഹം. എല്ലാവരും മമ്മൂട്ടി എന്ന് പറയുമെങ്കിലും ഞാൻ അദ്ദേഹത്തിന് 2ാം സ്ഥാനം മാത്രമേ കൊടുക്കുകയുള്ളൂ. മമ്മൂട്ടി ഒരു പ്രത്യേക ക്യാരക്ടറാണ്, എന്നാൽ മോഹൻലാൽ ഏത് ക്യാരക്ടറുമാകും. മോഹൻലാലിന് മാത്രമാണ് അതിന് കഴിയുന്നത്. അല്ലെങ്കിൽ പിന്നെ സാധിക്കുക ദിലീപിനാണ്. അതാണ് സത്യം. സത്യം സത്യസന്ധമായി കാണണമല്ലോ എന്ന് PC ജോർജ് പറയുന്നു. അങ്ങനെയുള്ള നല്ല മനസ്സിന്റെ ഉടമയായ മോഹൻലാൽ എങ്ങനെ ഇങ്ങനെയൊരു ഊളത്തരത്തിൽ പോയി ചാടിയെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ദുഃഖം തോന്നുകയാണ്. അയാൾ ഒരു മാന്യനായതുകൊണ്ടാണ് പടത്തെ ന്യായീകരിച്ച് നിൽക്കുന്നത്. അദ്ദേഹം കൂടി ഉണ്ടാക്കിയ സിനിമയാണ്, അതുകൊണ്ടാണ് സിനിമ നല്ലതെന്ന് പറഞ്ഞ് മോഹൻലാൽ നിൽക്കുന്നത്. ഒരു കുഴപ്പവുമില്ലാത്ത സിനിമയാണെങ്കിൽ റിലീസ് ചെയ്ത് 2ാം ദിവസം തന്നെ അതിലെ ചില ഭാഗങ്ങൾ മുറിച്ചു കളയാൻ കാരണം എന്താണ്? 17 സീൻ വെട്ടിക്കളഞ്ഞു. അത് എത്രത്തോളം അപകടകരമായിരിക്കും. എന്നിട്ടും പോരാ എന്ന് പറയുന്ന സമുദായങ്ങൾ കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇങ്ങനത്തെ സിനിമകൾ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ലെന്നും PC ജോർജ് പറയുന്നു. സെൻസർ ബോർഡ് അംഗീകരിക്കുന്നതെല്ലാം സമൂഹവും അംഗീകരിക്കണമെന്ന് ആരും നിർബന്ധം പിടിക്കരുത്. ഒരു കാരണവശാലും ഈ പടം ഈ രീതിയിൽ റിലീസ് ചെയ്യാൻ പാടില്ലെന്നായിരുന്നു എൻ്റെ അഭിപ്രായം. ലൂസിഫർ എന്ന് പറയുന്നത് ചെകുത്താനാണ്. യേശുവിനെയൊക്കെ മോശം പറയുന്നവനെയൊക്കെ ഞാൻ വലതും പറയും. യേശു ഭാരതത്തിന്റെ നോർത്തേൺ മേഖലയിൽ വർഷങ്ങളോളം താമസിച്ചുവെന്നാണ് പറയപ്പെടുന്നത്. എനിക്ക് കൃത്യമായി അറിയില്ല. എങ്കിലും 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ യേശു എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ആ കാലഘട്ടത്തിൽ യേശു നമ്മുടെ ഹിമാലയത്തിൽ വന്നിരുന്ന് തപസ് ചെയ്തുവെന്നും ഹൈന്ദവ സന്യാസികളുമായി സമ്പർക്കം പുലർത്തുകയും പല കാര്യങ്ങളും മനസ്സിലാക്കി തിരിച്ചു പോകുന്നതും ക്രിസ്തുമതം ഉണ്ടാക്കുന്നതുമാണ്. 3 വർഷമാണ് അദ്ദേഹത്തിന്റെ പരസ്യ ജീവിതം. ആ 3 വർഷം കൊണ്ട് ഇത്രയധികം വിശ്വാസികൾ ഉണ്ടായെങ്കിൽ അത് അവർക്ക് എത്ര വിലപ്പെട്ടതാണെന്ന് ആലോചിച്ചു നോക്കണമെന്നും അദ്ദേഹം പറയുന്നു.